ये है बिच्छू बूटी। बिच्छू बूटी। इसका सब्जी भी बनता है और चटनी भी बनता है। इसका में बॉडी का अच्छा है। बहुत अच्छा, इससे कई बीमारियां दूर हो जाती है। ഇപ്പൊ എത്തിയിരിക്കുന്ന ഗ്രാമം എന്ന് പറഞ്ഞാൽ താണുശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഇപ്പം സ്പ്രേ അടിക്കാൻ പോകുന്നതാണ് കേട്ടോ. നമ്മളെ കീടാണുക്കൾ വരുന്ന സമയമാണ് ആപ്പിളിന്റെ ട്രീസിനൊക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്തേ. नमस्ते। अभी किधर जाना है? अभी हम जाना जाएंगे। ठीक है, जाने का लोकल कल्चर वगैरह देखेंगे, आपको दिखाएंगे ओके, कैसा कैसा रहते हैं लोग। अच्छा, तो चलिए, मैं ड्राइव खुद करती हूँ। പുള്ളിക്കാരിയാണ് കാർ ഓടിക്കുന്നത്. എന്നെ ജാന എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് കേട്ടോ ഇവരെ വണ്ടി. എന്തായാലും വളരെ ഹാപ്പിയാണ്. കാരണം ഒരു ഗ്രാമത്തിൽ വന്നിട്ട് അവരുടെ കൂടെ കാറിൽ എന്നെ കാണിച്ചാൻ പോകുന്നവർ ചെറിയൊരു കാര്യമല്ല. ടീക്ക് ഡ്രൈവ് കറോ. പുള്ളിക്കാരി കാർ എടുക്കണം കേട്ടോ. റെഡിയാ അന്തരേ? ഓക്കെ, എന്തായാലും കാറിന്റെ അകത്തേക്ക് കയറാം. ഞാനിപ്പോ ഇട്ടത് ഇത് ലാഹോൾ കൾച്ചറേ, ലാഹോൾ കൾച്ചർ. ഓക്കെ, അപ്പൊ കാറിന്റെ അകത്ത് കയറാം. എന്റെ യാത്രയിൽ ഇതൊക്കെ വലിയ ലക്കിയാണ് കേട്ടോ. आपका ड्राइव करते हैं कार? डेली ड्राइव है? എന്റെ അമ്മ വലിയ ലക്കിയാണ് കേട്ടോ. എന്തായാലും പുള്ളിക്കാരി കാർ എടുക്കട്ടെ. ഭയങ്കര അഭിമാനമാണ് കേട്ടോ നമ്മളെ വ്ളോഗിൽ കാർ ഓടിക്കുന്നതും ഗ്രാമത്തിൽ കൊണ്ടുപോകുന്നതൊക്കെ കാണിച്ചാ പറയുന്നത്. പുള്ളിക്കാരിക്കും വലിയ അഭിമാനമുള്ള കാര്യമാണ്. ഏട്ടൻ വരുന്നില്ല, പുള്ളിക്കാരിന്റെ ഭർത്താവിന് വ്ളോഗിൽ വരാൻ കുറച്ച് മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ജാന ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പിക്കപ്പ് ഒക്കെ ഓടിക്കും. आपका पिकअप ड्राइव करता है? हाँ जी, पिकअप स्कूटर सब है? मैं आपको दिखाऊंगी बाद में चला के, जब हम जाएंगे ना। അതായത് ജാന വില്ലേജിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് നമ്മൾ പിക്കപ്പ് ഡ്രൈവ് ചെയ്യുന്നത് ഇവരുടെ ഗ്രാമത്തിലെ ചില ഏരിയകളിലെ കൃഷിയിടങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരും. ഈ ഒരു വ്ളോഗ് മുഴുവനായി കാണുന്നവർക്ക് മാത്രമാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം മുഴുവൻ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ബടിയേ എത്ര സിമ്പിൾ ആയിട്ടാണല്ലോ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് പോലും കാർ ഓടിക്കാൻ അറിയില്ല, എനിക്ക് ബൈക്ക് മാത്രമേ ഓടിക്കാൻ അറിയത്തുള്ളൂ. ദോസ്തേ ആപ്കാ? हाँ, दोस्त है। दाने चला से ऐसा 1 मिनट रुकी थे, खींच लो फोटो पूरा। नमस्ते, इधर आओ. ये कितना कितना भारी है? बहुत भारी है। 40 तो नहीं है, 20 केजी है. हाँ, 20 केजी है। ठीक है. गांव की तरह जाना है? गाँव नीचे है। ठीक है, ठीक है माता जी. दोस्त यार, दोस्त है। ठीक है. എന്ത് സ്നേഹമാണ് ഇവരോട് ഗ്രാമവാസികൾക്ക്. റോഡ് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇതിലൂടെ വേണം ഇനി വണ്ടി ഓടിക്കാൻ വേണ്ടി. ഹായ്. ഇവിടെ റോഡ് പണിയാണ്. ടെൻഷൻ नहीं है खराब रोड में नहीं है? बिल्कुल टेंशन नहीं है. പുള്ളിക്ക് നല്ല എന്താണ് നല്ല സ്ട്രോങ് ഡ്രൈവറാണ് കേട്ടോ. അതായത് 5 വർഷമായിട്ട് ഇപ്പം വണ്ടി ഓടിക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട്. പിക്കപ്പ് ഒക്കെ ഓടിക്കുന്ന പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് തന്നെ പിക്കപ്പിന്റെ സ്റ്റിയറിംഗ് വെറുതെ തിരിച്ചിട്ട് ഗിയർ മാറ്റാൻ പേടിയാണ്, ഉരുണ്ട് പോകാൻ പേടിച്ചിട്ട്. എന്തായാലും ഇതൊക്കെ സമ്മതിക്കും കേട്ടോ ഇത് ഏറ്റി വണ്ടി ഓടിക്കുന്നതിൽ. नीचे घर है? घर बन रहा है लोगों का। ओके, लोगों का घर है. സ്ഥലമൊക്കെ നോക്കി എന്ത് രസാണ്. ഞാനിപ്പോ ഗ്രാമത്തിൽ പ്രോപ്പർ എത്തി. വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. My brother yesterday. Yesterday? His sister. Sister? हाँ. आपका sister? मेरा sister जो brother नहीं आया था हाँ, कल, brother. उनका sister है. हाँ. दीदी. ठीक है. नहीं, दीदी नमस्ते. ये प्रॉपर जाना है? जाना है ये वाटरफॉल है. ओके, ये दुकान है मनीराम ढाबा. മണിറാം ധാബ. ठीक है. ഇത് जाना. അതായത് ഇവിടെ മണിറാം ധാബ എന്നാണ് പറയുന്നത്. ഇവിടെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട് വന്നു കേട്ടോ. നമുക്ക് കാണിച്ചു തരാം. भैया का फोटो है? ओके, बहुत अच्छा है. देखिए डिश है, लोकल डिश है. लोकल डिश है. अच्छा, अंदर बनेगा, आओ अंदर. ठीक है. നമുക്ക് ഈ കടേന്റെ അകത്തേക്ക് കയറാം. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും. കാരണം ഡിഫറെന്റ് ശൈലിയിലുള്ള വീഡിയോസ് ആണ്. ഇവിടെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടോ. അടിപൊളിയാണല്ലോ. नमस्ते. नाम क्या है? मनीराम जी. मणिराम जी. बिल्कुल साहब, अब आपको थोड़ी देर के बाद मुक्कर फूड का यहाँ पे नजारा दिखाएंगे, अंदर आएगा ना. अच्छा, ഇത് ഇവരെ അടുക്കളയാണ്. भाई साहब नमस्ते. गुड मॉर्निंग. नमस्ते. क्या बना वो? सिद्धू है? सिद्धू है ये. കൾച്ചർ ഫുഡ് है. ഒരു സിദ്ധു ഉണ്ടോ? സിദ്ധു വെച്ചിട്ടുണ്ടോ? बहुत हेल्थी है सिद्धू. आई लाइक. बिच्छू बूटी का सब्जी. हाँ, बिच्छू बूटी का सब्जी. ओके. ഇത് ഒരു ഇലയുണ്ടല്ലോ, നമ്മളെ പഴയ വീഡിയോയിൽ അക്ഷയ് ബ്രോ പറഞ്ഞ ഒരു ഇലയാണ് കേട്ടോ बिच्छू बूटी. राजमा का दाल. इधर ही का? हाँ, लोकल. टोटली इधर ही है. ओके, हेल्थी है. भैया इधर का? हाँ, इधर का. इधर का
कड़ी ठीक है। इधर ही का फूड है, टोटली लोकल फूड है। देसी गाय का दूध नहीं होता है, दूध से दही बनता है, दही से लस्सी बनता है, वो लस्सी का कड़ी है। अम्बो अच्छा है। आपका नाम? विक्की राव। विक्की राव। विक्की राव। भैया का नाम, भाई जी का नाम? मनीराम। मणिराम। ओके, बहुत फेमस है। फेमस ठीक है। दुकान है, दुकान है। ഇത് ഇവരെ കടയാണ് കേട്ടോ. എന്തായാലും ये चूल्हा है, चूल्हा इसमें पहले मक्के का रोटी बनता है। पहले का सिस्टम हाँ, तंदूर तंदूर बोलते हैं इसको। तंदूर बोलिए। हाँ, ठीक है इसमें आग जलेगा अभी, ठीक फिर है। मक्के का रोटी बनेगा इसमें। अच्छा, हाँ जी। बहुत अच्छा सेटअप है, देखने का अच्छे टोटली. എന്താ സന്തോഷമല്ലേ ഇവരെ ഗ്രാമത്തിൽ ഇറങ്ങി അവരുടെ കൂടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കണ്ട ഒരു വ്ളോഗാണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓഹോ, बहुत अच्छा अच्छा दुकान है, फोटोस है, पहले का फोटो है. हाँ, पहले का है। ഈ പൈൻ ട്രീ का हाँ, നമ്മളെ പൈൻ മരത്തിന്റെ കായാണ്. बहुत सुंदर एरिया है होटल. ആ ഇതിരിക്ക് ചോക്ലേറ്റ് है, ഹിമാലയൻ ചോക്ലേറ്റ്. अच्छा। ഇതിവിടെ ഒരു കമ്പനി ഉണ്ട് ഇവിടെ അടുത്തില്ല, ആ കമ്പനിത്തെ ചോക്ലേറ്റ് है मेरा दोस्त है. तो वाटरफॉल किधर है? वाटरफॉल ये कर। ओके, क्या बोलिए? जाना वाटरफॉल। जाना वाटरफॉल. हाँ जी। ओके अब आग जला रहे हैं ना, बाद में आएंगे हम देखने के लिए। ठीक है ठीक है. നമ്മ ഇപ്പൊ പോകുന്നത് ജാന വാട്ടർഫാളിലേക്കാണ് കേട്ടോ. आपका दीदी का दीदी दीदी, ओके. ഇത് ഇവിടുത്തെ बनाते हैं हम आप। इसका आपका बनाता है, ये बनाते हैं हम खिचड़ी। इसका सिलाई है. हाँ, सिलाई से, और ये शॉल घर में बनाते हैं। ठीक है, टोपी शॉल शॉक्स सब है. पॉन्चू वगैरह सारा ये हमारा। दीदी का नाम क्या है, शुभ नाम? मेरा नाम टिक्की देवी है। डिक्की टिक्की देवी। टिक्की देवी. हाँ, अच्छा, और सारा इसका ये हाथ का माल। टिप्पू है, टिप्पू ये थिप्पू है। टिप्पू मेरा मालूम है. थिप्पू है, ये टोपी, टोपी घर का टोपी है. जो भी बनाया है बैग बनाते हैं। ओके, ये पूरा हैंडमेड है. हैंडमेड है। ഓക്കെ, बनाया ഈ ഒരു ദീദി ഉണ്ടാക്കിയതാണോ ഈ കാണുന്നത്? पॉन्चू है बेटा। അച്ഛാ, ഇത് മൊത്തം ദീദി ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇവര് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് അത് കച്ചവടം നടത്തുവാണ്. അച്ഛേ, ദുക്കാൻ കാ നാം कहना ना की था। नाम नाम है नहीं ऐसी। नॉर्मल जाना वाटरफॉल बस। जाना वाटरफॉल नियर बाई लोकेशन. ഓക്കെ, ഇത് വാട്ടർഫോൾ है. ये वाटरफॉल। ठीक है, വാട്ടർഫാളിലേക്ക് ഏച്ചി കാണിച്ചു തരാൻ കൊണ്ടുപോവാണ്. ആഹാ, അടിപൊളി സ്ഥലമാണല്ലോ ഈ. ഓഹോ, ഇവിടെ ഇരിക്കേണ്ട സെറ്റപ്പ് നോക്കിയാൽ മൊത്തം മരമാണ്. ഈ ദേവദാരു हाँ, ദേവദാരു बेकार है। ഓക്കെ, ഇവിടുത്തെ सिटिंग के लिए, खाना खाने के लिए। ഓക്കെ ഓർഗാനിക് Organic। എല്ലാം എന്താണ് നമ്മളെ ഒരു നല്ല രീതിയിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. കാണാനായാലും എന്ത് രസമാണല്ലേ. കൊമ്പോ വലിയൊരു പാറക്കെട്ടിന്റെ ഇടയിൽ നിന്നാണ് ഇടി വെള്ളം വരുന്നത്. ഈ കോൺസ പഹാഡ് മേ പാനി ഹൈ, എനി ഐഡിയ? കോൺസ ഓക്കെ, അവരെ അന്വേഷിച്ച് വരാൻ പറഞ്ഞു. എന്തായാലും വലിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ എന്ത് നീറ്റാണെന്ന് നോക്കിയേ. ഇതാണ് കേട്ടോ ജാനയിലെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നതും ജാന വാട്ടർഫാളിന് തന്നെയാണ്. ഇവിടെ ഇതൊക്കെ ദേവദാരു മരമാണെന്ന് കേട്ടോ പറയുന്നത്, ദേവദാരു ട്രീസ് ആണ്. എന്തായാലും വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ 2-3 ടൂറിസ്റ്റ് ഉണ്ട്. ഓഹോ, എന്താ രസം നോക്കിയേ. വലിയ മലമുകളാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഒന്ന് വീഴുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലവും ആംബിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ജാനയിലെ ഫേമസ് ഇത് തന്നെയാണ് കേട്ടോ, ജാന വാട്ടർഫാളും ഇവിടുത്തെ വില്ലേജും ആണ്. മാലു കോൺസെപ്റ്റ് करदूंग पहाड़, करदूंग नाम है। करदूंग। करदूंग पहाड़। पहाड़ का पानी है. हाँ, करदूंग पहाड़ का पानी है। ठीक है, थैंक यू. पीने का पानी है, हाँ, ठीक है। फ्रेश पानी है. ओके, कल लोकल चूल्हा. चूल्हा है, इसी के ऊपर ये सब खाना बन जाता है। अच्छा, इसलिए इसका टेस्ट डिफरेंट होता है। जो मक्की की रोटी है ना, बहुत ज्यादा टाइम है आग ज्यादा. जी, 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 जी। दिन भर चलेगी ना, शाम तक चलेगी। अच्छा, उतना चूल्हा गर्म नहीं, अभी जलाई है ना मैंने ये आपको क्या खाने रोटी है? ये है मक्की की रोटी। मक्का रोटी है. जी सर, मक्की की रोटी बिना आग के नहीं बनती है ना। अच्छा, നമ്മളെ ചോളത്തിന്റെ റൊട്ടി കേട്ടോ. മക്ക എന്ന് പറഞ്ഞ ചോളാണ്. इस तरफ ये जो मक्की की रोटी आग के ऊपर डालेंगे ना, मेरा टोपी भैया का टोपी डिफरेंट है. उलगी टोपी है, ഇത് കുളുവി टोपी है, मेरा लाहौल टोपी है. हाँ, लाओ। लाहौल टोपी अच्छा है. अलग अलग डिस्ट्रिक्ट है ना हमारे। डिस्ट्रिक्ट अलग अलग है, राहुल की टोपी अलग होगी, कुल्लू की अलग होगी। अलग अलग है. ये मक्का रोटी है. मक्का का हाँ, रोटी। ठीक है. इधर का आदमी मक्का रोटी खाता है. हाँ, इधर का नहीं, सारे ऑल इंडिया का लोग खाते हैं। जैसे आप लोग आए ना गेस्ट हमारे, ठीक है जी. तो मक्की का ही रोटी खिलाते हैं ना सर। थैंक यू. हो गया। हो गया. ये जाना वाटरफॉल में
हमने नया बनाया हुआ है RRR करके ढाबा, जिसका सिटिंग एरिया ये है और ऊपर जाके खाने का किचन और बैठने का भी है। ऊपर है? ऊपर में भी है। अच्छा, बहुत सुंदर है। एक वाटर के बीच में बैठ के पानी के साथ आप बैठ के खाना भी खा सकते हैं यहाँ पे। ठीक है. എന്റെ കൂടെയുള്ള ഏച്ചിന്റെ അനിയനാണ്. बहुत अच्छा लोकेशन है. ये RRR मूवी का नाम है. या मूवी के नाम पे RRR कॉपी. बहुत अच्छा लोकेशन है. നമ്മളെ ജാന വാട്ടർഫാളിന്റെ അടുത്തില്ല കേട്ടോ. ഇതാണ് ഞാൻ വന്ന കാറാണ്, ഏച്ചിന്റെ കാറാണ്. പക്ഷെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്ത് സന്തോഷമാണ് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ട്രൗട്ട് ഫിഷ് കിട്ടും കേട്ടോ. ട്രൗട്ട് ഫിഷ് എന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന കേട്ടോ. ट्राउट फिश इधर ही है. और फिश लाइव फिशिंग होगा, आप साथ में जा सकते हैं, निकाल के इधर पर जाएगा लाइव फिशिंग. अच्छा, इधर इधर होटल उल्भागम. इधर ही एप्पल है. ये एप्पल लोकल एप्पल है यहीं का. अभी सीजन नहीं है. सीजन नहीं है, ये स्टोर करके रखा हुआ फिर. आपका है? अच्छा, ठीक है. ഇതാണ് ഇവരെ ഹോട്ടലിന്റെ അകംഭാഗം. എന്തായാലും ഇവിടെ ആൾക്കാരൊക്കെ ജീവിക്കാൻ പഠിച്ച ജനങ്ങളാണ്. കസ്റ്റമേഴ്സ് വന്നാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും ഇതൊക്കെ കണ്ടോ. മരത്തിലാണ് ഇവിടുത്തെ കടകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ചുമരൊന്നും വേണ്ട കേട്ടോ, ചുമരൊന്നും നിൽക്കില്ല. അതുകൊണ്ടാണ് ഈ പലകയൊക്കെ കാര്യങ്ങളൊക്കെ. बहुत अच्छा सेटअप है. बहुत अच्छा सेटअप है. थैंक यू. ये किचन है हमारा अंदर, जहाँ लोकल चूल्हे पे खाना बनता है. अच्छा, ഇത് ഇവരെ है അടുക്കള ഭാഗം കേട്ടോ. भैया किधर से? नेपाल से? नेपाल से? ओके है. कौन सा जगह है नेपाल? मेरा पूरा गए नेपाल. सुर्खेत बहुत अच्छे है. कर्नाली देश. सुर्खेत तक ऊपर मुगु, जुमला, हुमला, डोलपा मालूम है. मेरा गए കോൽപൂർ, കാഠ്മണ്ഡു, പൊക്കറ. ഇതാട്ടോ ഇവരെ ലോക്കൽ ചൂള എന്ന് പറയും. നമ്മളെ എന്താണ് ഇതാട്ടോ മിട്ടിയാണ്, മണ്ണിന്റെ അടുപ്പാണ് ഇവർ ആക്കി വെച്ചിരിക്കുന്നത്. अब ये लोकल जंगली सब्जी पका रहा है अर्जुन. ये लिंगड़ी बोलिए. ये अच्छा, ये लोकल सब्जी है. ये लोकल सब्जी है, जंगल में मिलता है. ഓക്കെ, ലിംഗടി बोलते हैं नाम. ഇതാണ് കേട്ടോ ലിംഗടി. സബ്ജി ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര ഹെൽത്തി ആണ് ഈ സാധനങ്ങളൊക്കെ. എന്തായാലും बहुत अच्छा സെറ്റപ്പ്. थैंक यू. ഇപ്പോൾ ഗ്രാമത്തിലേക്ക് പോവാണ്. ജാന വില്ലേജിലേക്ക്, പ്രോപ്പർ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോവാണ്. ഇത് ഇവരെ ബസ് വരുന്ന ലാസ്റ്റ് സ്റ്റേഷൻ കേട്ടോ. ഇവിടെയാണ് ലാസ്റ്റ് ബസ് വരിക. ഇതിന് തൊട്ടടുത്തുള്ള ചെറിയ കടകളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവന് ഏതാ ഭാഷ പറയുന്നതെന്ന് ചോദിച്ചിട്ട്. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. അത്യാവശ്യം പീസ്ഫുള്ളായ ഒരു ലൊക്കേഷനാണ് ജാന. ഞാൻ ചിന്തിച്ചത് ക്രൗഡ് ആയിരിക്കുന്നതാണ്, പക്ഷെ ക്രൗഡൊന്നല്ല, സുന്ദരമായ ഒരു ഏരിയ ആണ്. ഇവിടെയാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ HRTC ബസ്സായാലും വരുന്നത് ഇവിടെയാണ്. ये है बिच्छू बूटी. बिच्छू बूटी. ओके. इसका सब्जी भी बनता है और चटनी भी बनता है. इसका में बॉडी का अच्छा है. बहुत अच्छा, इससे कई बीमारियां दूर हो जाती है. हेल्थी है. बहुत हेल्थी है. ये नेचुरली है, खुद ही उग जाता है. ओके, बॉडी टचिंग है बहुत. इसमें ये लगता भी है शरीर ओके, पेन है. पेन है, बहुत पेन. अच्छा, कांटा है ना इसका, ठीक है लग जाता है. इसका में सब्जी का है. और हमारे होम स्टे में हम इसका चटनी मेरा मालूम है. हाँ जी, और इसका सब्जी खिलाते हैं. अच्छा. हाँ जी. ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ചെറിയൊരു ഇടവഴിയാണ്, പക്ഷെ വലിയ പൈൻ മരങ്ങളാണ്. पाइन ट्री बहुत बड़ा है. हाँ जी, बहुत पहले का है. बहुत पहले का है. ठीक है. अभी आपका गांव में जाना है? हाँ जी, जाना गांव में जाना है. यहाँ पर 2 मंदिर है. 2 मंदिर है. कौन सा मंदिर है? अब ये आपको नीचे जाके बताएंगे. ठीक है. എന്തായാലും സ്ഥലം അത്ര അടിപൊളിയായിരിക്കുന്നു കേട്ടോ. നല്ല സുന്ദരമായ ഒരു ഏരിയ ആണ്. ജാന ഗ്രാമത്തിൽ എൻട്രി ചെയ്തിരിക്കുവാണ്. ഈ ജാന ഗാവ് टोटली जाना गाँव है. അച്ഛാ, എന്താ രസം. എനിക്ക് വളരെ സന്തോഷമായിരിക്കുവാണ്. കാരണം ഈ ഏച്ചിൻ്റെ സപ്പോർട്ട് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം അല്ലാത്ത പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനോ, കാരണം പുള്ളിക്കാരി ഉള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിൽ എനിക്കിന്ന് പോവാം. കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഇവിടെയുള്ള സ്ഥലങ്ങളും കാട്ട്കുനി ആർക്കിടെക്ചറാണ് കേട്ടോ. അത് പറഞ്ഞാൽ 100-200 വർഷം പഴക്കമുള്ള വീട് വരെ ഇവിടെ ഉണ്ടാവും. അത് നമുക്ക് ഉൾപ്പെടുത്താം. ഇവരെ വീടും ഉണ്ട് കേട്ടോ. ഇവരിവിടെ താമസമില്ല. ഹായ് ജി, നമസ്തേ. आपका शुभ नाम? जगतराम जी. ठीक है. ये कौन सा मंदिर है? देवता जीव नारायण का. देवता जीव नारायण मंदिर है, महर्षि मंदिर है. ठीक है. ജാന മന്ദിർ. അതായത് ജാന ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് കേട്ടോ ഈ ജീവ് നാരായൺ എന്ന് പറഞ്ഞ ഈ ഒരു ടെമ്പിള്. ഈ ഗ്രാമത്തിൽ പറഞ്ഞ മഹർഷി മന്ദിരമാണ് കേട്ടോ കൂടുതലുള്ളത്. ഈ ടോട്ടലി കാട്ട്കുനി ആർക്കിടെക്ചർ. बहुत पहले का 6 साल. ना 6 कहाँ
बहुत 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 ज्यादा है. 1000 साल का. साल पुराने 1000 വർഷം പഴക്കമുള്ള വീടുകൾ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് മൊത്തം മരവും പാറേന്റെ സ്ലൈറ്റ് ആണ് കേട്ടോ. പാറേന്റെ സ്ലൈറ്റ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1000 വർഷം പഴക്കുന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ. ഇവിടെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ, മന്ദിരം പോലെ തന്നെ. അത്യാവശ്യം നല്ല ക്ലീൻ ആണ് കേട്ടോ. ഈ ഫൈൻ ക്യാ टेम्पल. अच्छा अलाउड नहीं है. अलाउड नहीं, दूसरा वाला जूता ये ठीक है, दूसरा दूसरा चप्पल. हाँ चमड़े वाला होता ना, हाँ बेल्ट होता चमड़े वाला. अच्छा अच्छा ठीक है. बेल्ट वगैरह वो चमड़े होता है. ഓക്കെ ടീക്ക്. ഇതാണ് കേട്ടോ അമ്പലം എന്ന് പറയുന്നത്. ഇതിന്റെ ആർക്കിടെക്ചറൊക്കെ നോക്കി എന്ത് രസമാണ്. മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കാട്ട്കുനി എന്ന് പറയുന്നത് ഒരു പത്രം എന്ന് പറയും. ഒരു പത്തറ് പിന്നെ മരം, അത് ദേവതാ മരം കേട്ടോ. ദേവദാരു പേട് പൂര ദേവദാരു പേട്. അച്ഛാ ടീക്ക്. ഗ്രാമത്തിനകത്തൂടെയാണ് പോകുന്നത്. आपका घर किधर है? ये मेरा काटकुनी घर है. इधर ही रुकते हैं, फैमिली सब इधर ही है. ठीक है धन्यवाद. इसीलिए भी बहुत अच्छा है। ओह बहुत अच्छा है. ये मंदिर कितना साल है? जो भी बना है स्टार्टिंग है, न्यू मंदिर है. ये तो न्यू है ना, इससे पहले पुराना मंदिर था. पुराना मंदिर डेवलप करता है. हाँ डेवलप. अच्छा, അതായത് പഴയ അമ്പലം പണിതിട്ട് പുതിയത് അമ്പലം ആക്കിയതാണ് ഇവര്. എന്തായാലും സമ്മതിച്ചിരിക്കുന്നത്. ഈ ഒരു ചെറിയ ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല. ജാന എന്ന് പറയുന്നത് ഫേമസ് ആയ ഒരു ഗ്രാമമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2800 മീറ്റർ ഉയരത്തിലാട്ടോ ഏകദേശം ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതായത് 9000 ഫീറ്റാണ് വരിക. എന്നാൽ സംഭവമൊക്കെ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. എന്താ ഒരു ആർക്കിടെക്ചർ അല്ലേ. കാണുമ്പോൾ എന്ത് സുന്ദരമാണ്. അതായത് സമാധാനമായൊരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു ജനത, അവരെ വീടാട്ട കാണുന്നത്. ഇത് മൊത്തം കാട്ട്കുനി ആർക്കിടെക്ചറാണ്. സ്ലൈറ്റാണ്. ഈ മുകളിൽ കാണുന്ന മൊത്തം സ്ലൈറ്റ് എന്ന് പറയും. എന്തായാലും ഗ്രാമം അടിപൊളിയായിരിക്കുന്നു കേട്ടോ. ഇവരുടെ കൾച്ചറും പറഞ്ഞായിരുന്നല്ലോ. ഞാനിപ്പോഴത്തെ തൊപ്പി ലാഹോളിലെയാണ്. ആ ഏച്ചി ഇട്ട തൊപ്പിയാണ് ജാനയത്തെ തൊപ്പി എന്ന് പറയുന്നത് കേട്ടോ. തിപ്പു എന്ന് പറയും അവരുടെ ഭാഷയിൽ. ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുവാണ്. ബഹുത് സുന്ദർ ഗാവ്. എന്തായാലും വളരെ സന്തോഷമായിട്ട് ഇവരെ ഗ്രാമത്തിലെ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതിന് വലിയ ഹാപ്പിയാണ്. അതായത് 1000 വർഷം 500 വർഷം 100 വർഷം 200 വർഷം വരെ പഴക്കമുള്ള വീടുകളുണ്ട്. അവർ പറഞ്ഞിട്ടില്ല 1000 വർഷം എന്നൊക്കെ. ഈ മരങ്ങൾ തന്നെ, ഇവിടുത്തെ പൈൻ മരങ്ങൾ തന്നെ 1000 വർഷം പഴക്കമുള്ള മരങ്ങൾ ഉണ്ടെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. ഇപ്പോഴും കാട്ട്കുനി ആർക്കിടെക്ചറിൽ ജീവിക്കുന്ന ഒരു ജനത തന്നെയാണ്. ഇത് എടുത്ത് പറയുന്നതല്ല, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. താഴെ കൃഷിയുടെ ഒക്കെ കണ്ടു. ഇവർ തൊട്ട് താഴെ ഈ താഴിൽ കാണുന്നത് ആട്ടയാണ്. ഗോതമ്പ് എന്ന് പറയും കേട്ടോ. ഗോതമ്പിന്റെ കൃഷിയാണ്. ഈ ക്യാ ദീദി? ലസൂൺ വൈറ്റ് കളർ. നമ്മളെ വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി ആട്ടോ ഈ കാണുന്ന ലസൂൺ ആണ്. ഇവിടെ വെളുത്തുള്ളിന്റെ കൃഷിയുണ്ട്. ഈ കഞ്ചാവേ അതായത് ഇവിടെ മൊത്തം കഞ്ചാവ് ഉണ്ട് കേട്ടോ. നമ്മളെ നോർമൽ ട്രീസ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ സീസണിൽ വളരുന്നതാണ് കഞ്ചാവൊക്കെ. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ കഞ്ചാവാണ്. കഞ്ചാവ് बहुत डेंजर है. ഇതുണ്ടോ ഇവിടെ കൃഷിയിടം കണ്ടോ. ഈ മട്ടർ സബ്ജിയെ गोभी. ठीक है. आलू नहीं है? आलू यहाँ नहीं होता, लाहौल में होता आलू. आलू लाहौल में. ठीक है. എന്തായാലും സന്തോഷമായിട്ടോ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ. ഇതുണ്ട് ഇവര് കൃഷിയിടം കണ്ടോ. എത്ര സുന്ദരമായിട്ടാണ് ഇവർ നോക്കിയിരിക്കുന്നത്. അത്രയും കെയറിങ് ആണ്. ഓഹോ ബഹുത് അച്ഛാ. ഇതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ആർക്കിടെക്ചറിന്റെ പ്രധാന രീതി എന്ന് പറയുന്നത്. ചെറിയൊരു ഭാഗത്തായിരിക്കും, ബാക്കി മൊത്തം പുറത്തേക്കായിരിക്കും വരും കേട്ടോ. ഒരു കൊട്ടാരമൊക്കെ പോലെ ഉണ്ട്. ഈ ഒരു സ്ലൈറ്റിനൊക്കെ നല്ല ഭാരമുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കി വെച്ചാൽ സമ്മതിക്കണം ഇവരൊക്കെ. കല്ലുണ്ടോ ഇങ്ങനെ അടുക്കി വെച്ചിട്ട്. ഈ ये भी मंदिर है. मंदिर इधर ही? दो मंदिर है. अच्छा. ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയോടെ കാണുന്നത് ग्राउंड एरिया है. ये मंदिर है? ये भी मंदिर है. पहले मंदिर है. हाँ ये भी. अच्छा नमस्ते. ഓഹോ. അതായത് നല്ല പഴക്കമുള്ള എന്താണ് അമ്പലമാണ്. ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത് സെയിം ആർക്കിടെക്ചറിൽ തന്നെയാണ്. ഈ മരമൊക്കെ കണ്ടോ, ഈ തടിക്കൊക്കെ നല്ല പൈസയുണ്ട്. അതായത് ദേവദാരുവാണ് കേട്ടോ ഈ തടി എന്നൊക്കെ പറയുന്നത്. അത്രയും പൈസയുണ്ട്. അത് ഇതിലൊരു സിമെന്റ് ഒന്നുമില്ല. ഇവർ നമ്മൾ ഈ ഭാരമില്ല, ഈ ഭാരത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത് താങ്ങി നിർത്തുന്നതെന്നാണ് ഇവർ പറയുന്നത്. കോൺസാ മന്ദിർ? जो ऊपर वाला नहीं है, സെയിം നാരായണ മന്ദിർ. हाँ, नारायण मंदिर.
अच्छा, बहुत पहले मंदिर है। बहुत पहले, बहुत पुराना। ठीक है, देखने का कोठार। यहाँ मेला होता है, मेला। ओ, मेला इधर ही है, मेला का ग्राउंड है। मेला का ग्राउंड है, मैं बैठने के लिए है, देखो। अच्छा, डेवलप करते हैं। ഓക്കെ, മേള एक साल में एक साल में एक बार। एक बार, അതായത് ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമാണ് മേള ഇവിടെ ഉണ്ടാവുകയുള്ളൂ. മേള എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉത്സവമില്ല നമ്മുടെ നാട്ടിൽ, അതാണ്. ഇതൊക്കെ വലിയൊരു പാറേൻ്റെ കഷ്ണം കണ്ടോ, വലിയൊരു പാറേൻ്റെ കല്ലാണ്. ഇതൊക്കെ എങ്ങനെയാണല്ലോ ഇവർ ചെത്തിയെടുത്തിട്ടുണ്ടാവുക, അതോ പ്രകൃതിയിൽ ഉണ്ടായതാണോ അറിയത്തില്ല. ഈ സ്കൂൾ കുട്ടികളാണ് ഈ പോകുന്നതൊക്കെ. ഈ ഒരു ഏച്ചീന്റെ വീടാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇപ്പൊ താമസിക്കുന്നത് ഇവിടെയല്ല, ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ഇത് आपका घर है? हाँ जी, ये भी हमारा घर है। ये क्या है? ये मधुमक्खी है, इसे हनी हो। हनी कही है? हाँ जी, अभी नहीं है, अभी नहीं है। ठीक है। अभी 2-3 महीने बाद हनी होगा इसमें। कैन खत्म। हाँ जी, अभी तैयार कर रहे हैं ना। ठीक है, कितना साल का पहले इधर है? ये तो 100 से ज्यादा ही है। 110 साल. हाँ, അതായത് 110-120 വർഷം പഴക്കമുള്ള ഒരു വീടാട്ടോ കാണുന്നത്. ഇവിടെ കുറച്ച് ഇഷ്ടികയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇത് വേറെയാണ് കേട്ടോ. ഇവര് വീട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മാത്രമാണ്. ഇത് പ്രോപ്പർ കുഞ്ഞി ആർക്കിടെക്ചർ ആണ്. എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ, വീടും വീട്ടു പരിസരമൊക്കെ. അതായത് ആൾക്കാർ കൂട്ടത്തോടെ അതിർവരമ്പുകൾ ഇല്ലാതെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. നമസ്തേ നമസ്തേ. ടീക്ക് ബടിയാ. ഇതാണ് കേട്ടോ ഇവരെ ഗ്രാമപ്രദേശമൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ മുതിർന്നവരെ കാണുമ്പോൾ നമുക്ക് കാല് തൊട്ടിട്ട് ഇങ്ങനെ തൊട്ടൈ വെക്കേണ്ട ഒരു ഇതുണ്ട് കേട്ടോ, ആചാരം ഉണ്ട്. നമ്മളെ റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ്. നമസ്തേ മാതാജി. ഇതാണ് കേട്ടോ ഇവരെ വീടാണ് ഈ കാണുന്നത്. അതായത് 110 വർഷം പഴക്കമുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ. സെയിം ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ്. കൂട്ടത്തോടെയാണ് കേട്ടോ ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത്. കണ്ടല്ലോ, അത് ഒറിജിനൽ ഗ്രാമീണ ശൈലിയാണ്. സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. എനിക്കൊരിക്കലും ഒറ്റയ്ക്ക് ഇവിടെ വന്ന് വീടെടുക്കാൻ പറ്റില്ല, ഒരാൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് വരാൻ പറ്റിയത്. പുറത്തു നിന്നുള്ള സാധനങ്ങൾ ഗ്രാമത്തിൽ കച്ചവടം ചെയ്യുന്നുണ്ട് കാണുന്ന. അച്ചാറ്, അങ്ങനത്തെ പാക്കറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അച്ചാറൊക്കെ ഗ്രാമത്തിൽ വന്ന് വിൽക്കുന്നതാണ് കാണുന്നത്. ഈ വരമ്പുകളിലൂടെ ഇത് നടന്നു പോയി കച്ചവടം നടത്തും കേട്ടോ. ഇവിടെ കുട്ടികൾ എന്താണ് ക്രിക്കറ്റ് കളിക്കുന്നതാണ്. ബോൾ അങ്ങ് ദൂരെ താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണ് പോകുന്നത് ചോദിച്ചാൽ, വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ പോകുന്നത് പിക്കപ്പ് എടുക്കുന്നത് കേട്ടോ. പിക്കപ്പ് എടുക്കുന്നത് നമ്മളെ പുള്ളിക്കാരനാണ്, ഏച്ചീൻ്റെ ഭർത്താവാണ് വണ്ടി എടുക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തൊക്കെ പ്രോ ആയിട്ടാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തത്. ഒരു ടയർ വണ്ടി മുകളിലാണ്, കാരണം ഇവിടെ പാർക്കിംഗ് ഭയങ്കര ഇഷ്യൂ ആണല്ലോ. കണ്ടോ, ഇവിടേക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ. ഇപ്പം പോകുന്നത് ഇവരെ ഓർച്ചിഡ് തോട്ടം ഉണ്ട് കേട്ടോ. ഓർച്ചിഡിലേക്കാണ് പോകുന്നത്. ആപ്പിളിൻ്റെയും പേരിൻ്റെ ഒക്കെ തോട്ടമുണ്ട് ഇവർക്ക്. വണ്ടി എടുക്കലായി പഴയൊരു വണ്ടിയാണ്. ഇതൊക്കെ ഒരു ലക്കല്ലല്ലേ, ഏതോ ഒരു സ്ഥലത്ത് വന്നിട്ട് അവരെ കൂടെ നിന്ന് അവരുടെ ഗ്രാമത്തിലൊക്കെ പോയി അവരുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കുവാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്ന ഗ്രാമം എന്ന് പറഞ്ഞാൽ താണുശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഇപ്പം സ്പ്രേ അടിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളെ കീടാണുക്കൾ വരുന്ന സമയമാണ് ആപ്പിളിൻ്റെ ട്രീസിനൊക്കെ, ആപ്പിളിനായാലും പേരിനായാലും. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ലീഗലായ ഒരു സ്പ്രേ ഉണ്ട്, അതിവിടെ എല്ലാവരും അടിക്കും കേട്ടോ സീസൺ ആകുമ്പോൾ. രണ്ടുപേരും വരുന്നുണ്ട് കേട്ടോ. മെഷീൻ है इसका जनरेटर है, ऑटोमेटिक स्प्रे मशीन है. ഇതാണ് കേട്ടോ ഇവരെ സ്പ്രേ മെഷീൻ എന്ന് പറയുന്നത്. ഹോണ്ട മെഷീൻ है. ഇത് ഗ്രാമത്തിൽ പോയിട്ട് ആപ്പിളിന് അടിക്കണം. അभी कीटाणु टाइम है, कीटाणु कीटाणु बहुत मुश्किल है. कीटाणु से बचाना पड़ता है इसको. आपिल का बहुत खराब करता है. ആപ്പിൾ അതിന്റെ പേർ. ഓക്കെ, ഇത് ഇതിലൂടെയാണ് പോകേണ്ടത് കേട്ടോ. ആപ്പിൾ തോട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര റിസ്കി ലൈഫാണ് കേട്ടോ, കാരണം കറക്റ്റ് ടൈമിന് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കണം. ഇല്ലാത്ത സമയത്ത് ഇവർ ഏക്കർ കണക്കിലെ കൃഷിയിടം നശിച്ചു പോകും. അത്രയും കീടാണുക്കൾ ഉണ്ടാവും. കീടാണെന്ന് പറയുമ്പോൾ പ്രാണികളൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ अंदर क्या है? ये फ्लावर्स है, फ्लावर है. ओ सीड्स. ओके ओके ഓക്കെ, വെജിറ്റബിൾ സീഡ്സ്. മസ്റ്റാർഡ് അന്തർ നമ്മളെ കടുകൊക്കെ ഇല്ല, അതിൻ്റെയൊക്കെയാണ് ഒക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. മഴ പെയ്തിട്ടാണ് ഈ ചെളി കേട്ടോ. ഓഹോ, इधर में गाड़ी चलते मुश्किल है. ठीक है. നമ്മൾ ആപ്പിൾ തോട്ടത്തിൽ പോകുമ്പോൾ ഇതേപോലെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടാകും. ഇതിന് ഇവർ പോളിനേഷൻ എന്ന് പറയും. അത് നമ്മളെ മലയാളത്തിൽ പരാഗണം. ഈ കളർ ഡിഫറെൻറ്റ് क्या है? इसमें तो कलर भरा हुआ है, वो मधुमक्खियों को അട്രാക്ട് करते हैं. അതായത് ഇവർ മനസ്സിലായല്ലോ, പരാഗണന നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഗാല പോലിയെ ഇസ് ജ്യാദാ പൈസ ആപ്പിൾ. ഇതുണ്ടോ ഇവിടെ തൈ പോലെ വെച്ചിട്ടുണ്ടോ. കുറച്ച് റിസ്ക് ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ സിമ്പിൾ എന്നല്ല ആപ്പിളിൻ്റെ കൃഷി എന്ന് പറയുന്നത്. കറക്റ്റ് ടൈമിലുള്ള മെഡിസിനൊക്കെ ഇവിടെ അടിച്ചു കൊടുക്കണം. बहुत रिस्की है. ये देखो छोटा एप्पल. ओके, ये अभी छोटा सा. इसका रेड एप्पल है. हाँ, ये रेड एप्पल है. रेड एप्पल है. जैसे जैसे बड़ा होगा वैसे वैसे कलर आएगा. कलर आएगा, डिफरेंट कलर है, ग्रीन एंड रेड. ओके, इसका बोलिए गाला.
ज्यादा पैसा है एप्पल में। ये कितने दिन में, कितना मंथ है, महीना? ये 3-4 महीने में वो 4 महीने में, 4 महीने में बहुत ज्यादा केयरिंग है। केयरिंग है। रोज स्प्रे करना पड़ेगा, रोज तो नहीं, मतलब महीने में 2-3 बार। कीटाणु सब अंदर नहीं है? हाँ, अंदर नहीं जाएगा, फिर ये ठीक रहेगा। ठीक है। देखो ये लग रहा इसका मटर, മട്ടർ ഹിന്ദി ലാംഗ്വേജ്. മട്ടർ ഹിന്ദി. അതായത് നമ്മൾ ഗ്രീൻ പീസ് ഇല്ലേ, ഗ്രീൻ പീസിന്റെ കൃഷി ഉണ്ട്. ഈ കാണുന്ന മൊത്തം മട്ടറാണ്, ഈ കാണുന്ന മൊത്തം ഗ്രീൻ പീസ് ആണ്. कितना महीने में ग्रीन पीस टोटली? 1 महीने में तैयार हो जाएगा. 1 महीने के बाद अच्छा ग्रीन पीस है, फ्रेश वाला मार्केट के लिए तैयार हो जाएगा. മാർക്കറ്റ് में ഓക്കെ, ഇधर में सेल करता है. ഇതാണ് കേട്ടോ ഗ്രീൻ പീസിന്റെ കൃഷി കണ്ടോ കേട്ടോ. മട്ടർ എന്നാണ് ഹിന്ദി ലാംഗ്വേജ് പറയുക. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. मटर मटर का अलग क्या है? गोभी है, गोभी मटर सब है. हाँ, सब कुछ. ठीक है, पूरा मटर ऊपर मिल जाएगा. ठीक है, मटर बहुत एक्सपेंसिव है. ഗ്രീൻ പീസ് ഉണ്ട്, എത്ര കൃഷി ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ അതൊരു വില്ലേജ് ലൈഫ് മൊത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ. ഇത് ഫ്രഷ് है अंदर है, मीठा होगा. ये मीठा है, इसका अंदर का खाता है? हाँ मीठा है ना मीठा. ഓഹോ, നല്ല മധുരം ഉണ്ടല്ലോ. ഇത് ഫ്രഷ് है? ओनर है इसका, मालिक है? ओनर कोई और है. ഓണർ का പൈസ डालते हैं. അതായത് മട്ടറാണ് കേട്ടോ, ഞാനിപ്പോൾ കഴിച്ചതുണ്ടോ ഗ്രീൻ പീസ് ആണ്, ഫ്രഷ്. ഈ കാണുന്നത് മൊത്തം കോളിഫ്ലവർ ആണ്, ഗോബി എന്നാണ് ഇവരെ ഹിന്ദി ഭാഷയിൽ പറയുക. ഇതുണ്ടോ, ഓഹോ മൊത്തം കോളിഫ്ലവർ ആണ് കേട്ടോ, ഗോബി ഗോബി. അങ്ങനെ പലതരം കൃഷികൾ നമ്മൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. കൂടാതെ ഇവർ ഇതിന് സ്പ്രേ അടിക്കുന്ന കൂടി കാണിച്ചു കേട്ടോ. ചോദിച്ചാൽ പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കീടാണുക്കളെ വരുത്തിക്കരുത്. നമ്മുടെ നാട്ടിലും അടിക്കാറില്ലേ, കാരണം ഇക്കായേ ടൊമാറ്റോ ടൊമാറ്റോ ഓക്കെ സബ് ഓൾ ഇൻ വൺ. ടീക്ക്. അവിടെ ഒരു ആർക്കിടെക്ചർ വീട് കണ്ടോ, ഞാൻ പറഞ്ഞ കാട്കുനി ആർക്കിടെക്ചർ വീട് തന്നെയാണ് കാണുന്നത്. ഇവരുടെ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. ഈ കിतना भारी है मशीन? 10 किलो 20-25 किलो है. आपका सिंपली कैरी है. ഈ ഒരു ഏരിയ കണ്ടോ, ഇത് കാണുന്ന മൊത്തം ഉള്ളിയാണ് കേട്ടോ. നമ്മളെ സാധാരണ ഇവർ പ്യാജ് എന്ന് പറയും. വെളുത്തുള്ളി കൃഷിയുണ്ട്, പക്ഷെ ഇത് മൊത്തം ഉള്ളിയാണ് ഈ കാണുന്നത്. कितना दिन में, कितना महीने? इसको तो टाइम लगेगा. बहुत ज़्यादा. एप्पल का टाइम नहीं, एप्पल से तो पहले. ठीक है. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ, മൊത്തം കാടാണ്, അതിനിടയിൽ കൃഷിയുണ്ട്. ഇത് ആട്ടയാണ് കേട്ടോ, ആട്ടയാണ് ഈ കാണുന്നത്. എന്തല്ല ലൈഫ്, മൊത്തം കൃഷിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇവരുടെ ജീവിതം കൃഷി ചെയ്തിട്ടാണ് കൂടുതൽ ഇവർ ജീവിക്കുന്നത്. താഴെ ഇപ്പം മട്ടറിൻ്റെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഗ്രീൻ പീസ് ഇവർ നട്ടുകൊണ്ടിരിക്കുവാണ് താഴോട്ട്. ഈ കാണുന്ന മൊത്തം ഇവരുടെയാണ് കേട്ടോ. ഈ സ്ഥലം കണ്ടോ, ഈ ഡ്രമ്മും പിടിച്ച് പോകുന്ന ആളാണ് ബാഹുബലി. ഇത് ഇവരെ പ്രോപ്പർട്ടി കേട്ടോ. ഇത് ഇവർ എന്താണ് ലീസിന് കൊടുക്കേണ്ട ഒരു പരിപാടിയിലാണ്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ കേരളത്തിൽ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ നമ്പറും കാര്യങ്ങളും ആഡ് ചെയ്യുക കേട്ടോ. ഇവരെന്തോ ലീസിന് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. 25 സെൻറ്റ് സ്ഥലം ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. 24 എന്ന് പറഞ്ഞാൽ 24 ആണ്, 24 സെൻറ്റ് സ്ഥലമുണ്ട്. അത് ഇവർ ലീസിന് കൊടുക്കേണ്ട ഒരു പരിപാടിയിലാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക. ഏച്ചി ഇങ്ങനെ നോക്കുകയാണ്, നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് പരിപാടി ലീസിൻ്റെ ഒക്കെ. ലീസ് പറഞ്ഞാൽ ഇവിടെ ആപ്പിള്, പെയറ്, മട്ടർ, പിന്നെ എന്താണ് പ്യാജൊക്കെ, എല്ലാ തരത്തിലുള്ള കൃഷിയുണ്ട്. ഞാൻ എന്തായാലും നമ്പർ തരാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ലീസിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. കാരണം അടിപൊളി പ്രോപ്പർട്ടി ലൊക്കേഷനാണ്, ഹെവനാണ് കേട്ടോ. അടുത്ത കൃഷിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. लैंड आपका लीज कर दे? लीज करना चाहता हूँ मैं, देना चाहता हूँ. ഓക്കെ, പ്ലാനിങ് ഓക്കെ. അതായത് നമ്മളെ കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും ഈ ഒരു ലാൻഡ് വേണമെങ്കിൽ ലീസിനാണ്, അത് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം മൊത്തം കളഞ്ഞിട്ട് നിങ്ങൾക്ക് വീട് വെക്കാം. ഇതർമേ ഗർ മേക്കിംഗ് എനി പ്രോബ്ലം? कोई प्रॉब्लम नहीं है. നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾക്ക് കട തുടങ്ങാം. ഇതേപോലെ കാട്കുനി ആർക്കിടെക്ചറിൽ നിങ്ങൾക്ക് ഹോം സ്റ്റേ തുടങ്ങണമെങ്കിൽ ഹോം സ്റ്റേ തുടങ്ങാം. എന്തിനും താല്പര്യം ഉണ്ടെങ്കിൽ ഇവർ ലീസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 24 സെൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. आपका नंबर मेरे इधर डालते हैं. ठीक है, ठीक है, स्टार्ट करो जॉब, काम स्टार्ट करो. ഇവരിപ്പോൾ സ്പ്രേ തുടങ്ങും കേട്ടോ. എന്തായാലും സംഭവം അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവരെ കൃഷിയുടെ കാര്യങ്ങളും. എന്താ വിചാരിച്ചാൽ ഇവരെ വീട് എന്ന് പറഞ്ഞാൽ कितना किलोमीटर डिफरेंट है आपका घर? इसका रीजन है लीज का प्लानिंग, इसका कारण है आपका लीज का प्लानिंग.
അത് ഇവര് നല്ല ദൂരം ഉണ്ട് കേട്ടോ, നല്ല ഓഫ് റോഡാണ്, അത് ഇവിടേക്ക് വരാൻ കഴിയാത്തതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ അടുത്ത് വേറെ റോഡ് വരുന്നുണ്ട്, ഇവർക്ക് അടുത്തുള്ളവർക്കാണെങ്കിൽ വലിയ ലാഭമാണ്. ഇവിടുന്ന് ആൾക്കാരൊക്കെ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഇത് ലീസിന് വരുമായിട്ട് ബന്ധപ്പെടാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇവർ എന്താണ് സ്പ്രേ ചെയ്യുന്നത്. കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ ഈ സ്പ്രേ ചെയ്യാൻ വേണ്ടി, എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. ഇത് അത്ര വിഷമില്ല എന്നാണ് പറയുന്നത് കേട്ടോ, കാരണം മെഷീൻ അടക്കം ഓഫ് ആകുമ്പോൾ അവർ വായു കൊണ്ടാണ് വലിച്ചിട്ട് തുപ്പി കളയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, വലിയ പ്രശ്നം ഉണ്ടാവില്ല. മെഷീൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇതാണ് മെഷീൻ വരുന്നത് ഇവരുടെ. ഇങ്ങനെ ഈ മൊത്തം സ്ഥലങ്ങളിൽ ഇവർക്ക് സ്പ്രേ അടിക്കണം കേട്ടോ, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കണ്ടോ, പരാഗണം ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കണ്ടോ, പലതരം ആപ്പിളുകൾ ഉണ്ട് കേട്ടോ. ഇതിൽ വില കൂടിയ ആപ്പിളുകളൊക്കെ ഉണ്ടെന്ന് ഇവർ പറയുന്നത്. ഈ ഓരോ കായ്കളും അത്രയും കെയറിങ് ആണ് ഈ എന്താണ് ഈ സ്പ്രേ അടിച്ച് ചെയ്യുന്നത് അവർ. അല്ലാത്ത പക്ഷേ ഇവർക്ക് വൻ നഷ്ടമാണ്, കാരണം 6 മാസത്തോളം മഞ്ഞ് വീണ് കിടന്നിട്ട് പിന്നെ ഇവർ തുടങ്ങുന്ന കൃഷിയാണ് ആപ്പിൾ എന്നൊക്കെ പറയുന്നത്. बहुत रिस्की है काम, बहुत रिस्की है. नहीं रिस्की नहीं अच्छा हैप्पी है. हैप्पी है हैप्पी ആണെന്ന് പറയുന്നത്. हैप्पी है ठीक है. बहुत खुशी मिलती है हमें हमारे यहाँ पर प्यार हो रहे हैं. ठीक है. इनको बेचेंगे. पैर नहीं है, पैर मतलब नाशपाती यहाँ नहीं है, इधर दूसरी जगह है. दूसरी जगह है. इधर ओनली ആപ്പിൾ. പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ ഇവരെ വർക്ക് പറഞ്ഞാൽ നല്ല കെയറിങ് ആണ് കേട്ടോ ആപ്പിൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തൽക്കാലം ഈ ഒരു വ്ളോഗ് ഞാൻ എന്താണ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കൂടെ നിൽക്കുക. ഗ്രാമത്തിലെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താണ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം ബൈ.